അപ്പൊ ഈ സന്യാസി സമൂഹത്തെ അപഹസിച്ചവരും ആക്ഷേപിച്ചവരും ആയിട്ടുള്ള ഒരു വലിയൊരു കൂട്ടം ആളുകളോട് അവർ ചിലപ്പോ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും കാണാനേ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നെഗറ്റീവ് മാത്രം മതി, പറയാനും നെഗറ്റീവ് മതി. ഞാൻ ചെയ്ത വീഡിയോയിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും നെഗറ്റീവ് കമൻറ്റുകളൊന്നും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. മീൻസ് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന നെഗറ്റീവായിട്ട് വളരെയധികം ചിന്തിക്കുന്ന ആളുകൾ ഒന്നുകിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ അവർക്ക് അതിനെ പ്രതികരിക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു സന്ദർഭം ഒത്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവരോട്, സന്യാസി സമൂഹത്തെ ആക്ഷേപിക്കുന്നവരോടും, ഇനി മറ്റ് പല കാര്യങ്ങളുണ്ട്, സന്യാസി സമൂഹം എന്നല്ല പല കാര്യങ്ങളിലും ഈ നെഗറ്റീവ് ഇതെടുക്കുന്ന. ഞാൻ ഒരു തവണ നെഗറ്റീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേരള കുംഭമേള എന്ന് പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവര് അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. യുക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ളത് തന്നെയാണ് എന്ന ഒരു കാര്യം വ്യക്തമാക്കി തരാൻ കൂടി തന്നെയാണ് എന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉറക്കം കിട്ടാതെ, അതായത് ഞാൻ കടന്നതാണ്, ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ കടന്നതാ. ഇതിപ്പോൾ എപ്പോഴാണ് ഇനി ഇത് അപ്ലോഡ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞാൻ എല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യില്ല. ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ സമയത്തിനനുസരിച്ച്. പക്ഷെ ഞാൻ നല്ലൊരു ശതമാനം ഒരു വീഡിയോകളോ റീൽസുകളായിട്ട് ചിന്തിച്ച് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ ഇൻട്രസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 5 or 10 റീൽസ് ആക്കിയിട്ട് അവിടെ എടുത്തേക്കും. എന്നിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇടയിൽ തിരികെ എന്ന് പറയില്ലേ, ഘട്ടം ഘട്ടമായിട്ട് വിട്ടുതരാം. എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം, അത് എന്താ പറയുക, അതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് പറയേണ്ടവർക്ക് കമൻറ്റ് പറയാം, ഒന്നും പറയാതെ ഇരിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ സന്യാസി സമൂഹത്തെ ആക്ഷേപിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വലിയൊരു മണ്ടത്തരം.